കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ ക്രിസ് ജാക്സൺ വചനത്തിൽ നിന്ന് സംസാരിക്കും. I invite Dr. Chris Jackson to deliver the word, and Pastor Benson Mathai will translate it into Malayalam. Praise the Lord. കർത്താവിന്റെ മഹത്വം. What a joy to be in Sharjah in the United Arab Emirates. ഈ ഷാർജയിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. As Pastor Matthew has just mentioned, കർത്താവിന്റെ ദാസൻ മാത്യു നമ്മോട് പറഞ്ഞതുപോലെ we live in the center part of the United States. അമേരിക്കയുടെ മധ്യഭാഗങ്ങളിൽ ഞങ്ങൾ പാർക്കുന്നു. But we find our temporary home all the way around this globe. എന്നാൽ ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങളുടെ ഭവനം ഞങ്ങൾ കണ്ടെത്തുന്നു. It was just a few years ago that Pastor John Kilpatrick laid his hand upon my head. ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ പാട്രിക് എൻ്റെ തലയിൽ തന്റെ കരം വെച്ചു. Brother Kilpatrick pastored the Brownsville revival. ഒരു വലിയ ആത്മീയ ഉണർവിനായി എന്നെ ഉപയോഗിക്കുമെന്നുള്ള സന്ദേശം എന്നോട് അറിയിച്ചു. Where nearly 1 million people came through his church building in a period of time. കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയിലൂടെ ലക്ഷോപലക്ഷം ആളുകൾ കർത്തൃസന്നിധിയിലേക്ക് കടന്നു വന്നു. Nearly 100,000 people came to the Lord during that revival. ആ വലിയ ആത്മീയ ഉണർവിനോടുള്ള ബന്ധത്തിൽ 100,000 ആളുകൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. And as he prayed for me, Brother Benson, ആ ദൈവത്തിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. he said, blind him to the world and put a sickle in his hand. ആ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, അന്ധകാര യുഗത്തിൽ ഒരു വാള് കരങ്ങളിൽ എടുക്കുന്ന അനുഭവത്തെ കുറിച്ച് അതോടുള്ള ബന്ധത്തിൽ അന്ധരായിരിക്കാനും വാള് കരങ്ങളിൽ എന്തുവാനും. One hand went over my eyes. ഒരു കരം കൊണ്ട് കണ്ണുകളെ അടച്ചു പിടിക്കുക. The other went into a grip position. മറ്റേ കരത്തിൽ ഉന്നതമായ അനുഭവങ്ങളെ അധികാരങ്ങളെ And I പിടിക്കുക. fell back on my back and laid in the presence of the Lord like this. ആ ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തിന്റെ മുമ്പിൽ എന്റെ കൈ അങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ പുറകോട്ട് മറിഞ്ഞു വീണു. And as I began to try to voice a prayer, ഞാൻ പ്രാർത്ഥിക്കുവാൻ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ I wanted to just say something with my mouth. എന്റെ വായിലൂടെ ഞാൻ ചിലത് സംസാരിക്കുവാനായിട്ട് But തുടങ്ങി. instead these words popped out of my lips. എന്റെ നാവിലൂടെ വാക്കുകൾ പുറത്തേക്ക് കടന്നു വന്നു. I said, Lord, take me and Deb across America, around the world and up to heaven. ഞാൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ എന്നെ എടുത്ത് അമേരിക്കയുടെ പുറത്തേക്കും അതുമാത്രമല്ല സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്കും എന്നെ ഉയർത്തണമേ. And I prayed again, across America, around the world and up to heaven. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അമേരിക്കയ്ക്ക് പുറത്തേക്കും ലോകത്തിന്റെ എല്ലാ ചുറ്റുപാടിലേക്കും ദൈവസന്നിധിയിലേക്കും എന്നെ അവിടുന്ന് ഉയർത്തണമേ എന്ന്. And after 30 minutes of praying that prayer, ആ പ്രാർത്ഥന 30 നിമിഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. I rose up and knew that God was going to take us around the world. അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ദൈവം എന്നെ അയക്കുവാൻ പോവുകയാണ്. Since then we've gone to nearly every state in the United States. അതിനുശേഷമായി അമേരിക്കയുടെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും ദൈവം എന്നെ അയച്ചു. We traveled to Mexico, to Jordan, to England, now to മെക്സിക്കോയിലേക്കും ജോർദാനിലേക്കും ഇപ്പോൾ യുഎഇയിലേക്കും ദൈവം ഞങ്ങളെ അയച്ചു. and to Cuba. ക്യൂബയിലേക്ക് ദൈവം അയച്ചു. And then next to India. അടുത്തതായിട്ട് ഇന്ത്യയിലേക്ക് ദൈവം ഞങ്ങളെ അയക്കുന്നു. Across America, അമേരിക്ക മുഴുവനായും, around the world, ലോകം മുഴുവനായും, then up to heaven. സ്വർഗം വരെയും. How many of you want to go up to heaven? സ്വർഗം വരെയും കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന എത്ര Give the Lord a പേരുണ്ട്? big hand clap if you love him tonight. നിങ്ങൾ അതിൽ സന്തോഷിക്കുന്നുവെങ്കിൽ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. Hallelujah. ഹല്ലേലൂയ. Now you'll have to forgive me this evening. ഇന്ന് രാത്രി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. My voice is very gravelly and raspy. എന്റെ ശബ്ദം വളരെ പ്രയാസമുള്ള സാഹചര്യത്തിലാണ്. It's very cold in London, England, and I've caught a cold. ഇംഗ്ലണ്ടിലെ ലണ്ടനിലായിരുന്നപ്പോൾ അവിടെ വളരെ തണുപ്പിന്റെ അനുഭവമായിരുന്നു. And so you listen to him and not to me. ഇന്ന് രാത്രി എന്നെയല്ല പരിഭാഷപ്പെടുത്തുന്നയാളിനെ നിങ്ങൾ ശ്രദ്ധിക്കുക. It's a joy to be with Pastor Joseph, കർത്താവിന്റെ ദാസൻ യോസഫിനോട് ചേർന്നായിരിക്കുന്നതിൽ Pastor സന്തോഷിക്കുന്നു. Matthew, Pastor Sharji, ഈ കർത്താവിന്റെ ദാസന്മാരെ ഓരോരുത്തരെയും ഓർത്ത ദൈവത്തെ and the സ്തുതിക്കുന്നു. other great men of God that are on this platform. ഈ സ്റ്റേജിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവദാസന്മാർക്കും ആയും ദൈവത്തെ സ്തുതിക്കുന്നു. Glad to have my dear wife with me tonight. എന്റെ പ്രിയ ഭാര്യ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. And she likes to sit by me. എന്നോട് ചേർന്നിരിക്കുവാൻ എല്ലായ്പ്പോഴും എന്റെ ഭാര്യ ആഗ്രഹിക്കുന്നു. And if you was 5,000 miles from your home, you'd like to be by your husband too. 5000 മൈലുകൾക്ക് അപ്പുറത്ത് പോകുമ്പോഴും ഭർത്താവ് എന്നോട് കൂടി ആയിരിക്കാൻ എന്റെ ഭാര്യ ആഗ്രഹിക്കുന്നു. So it's so good to be here tonight. ഇന്ന് രാത്രി നിങ്ങളോടായിരിക്കുന്നത് വളരെ നല്ല കാര്യമായി ഞാൻ കണക്കാക്കുന്നു. We announced this as a gospel meeting. ഇന്ന് രാത്രി ഒരു സുവിശേഷ പ്രസംഗമാണ്. But I want to title it a spiritual warfare conference. ഇന്ന് രാത്രി സുവിശേഷ മഹായോഗമായിരിക്കുമ്പോൾ തന്നെ
ഒരു ആത്മീയ യുദ്ധ സമ്മേളനമായിട്ട് ഈ യോഗത്തെ കണക്കാക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. How many of you believe we need to do warfare in the heavenly realm? ഇന്ന് രാത്രി നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നു സ്വർഗ തലങ്ങളിൽ നാം ആത്മീയ യുദ്ധം ചെയ്യേണ്ടവരാണെന്ന്? We've got to bring the dark prince down. അന്ധകാരത്തിന്റെ പ്രഭുവിനെതിരെ നാം യുദ്ധം ചെയ്യേണ്ടവരാണ്. Whoever's running the sound, get more monitors so he can hear me better. ഇന്ന് രാത്രി നന്നായി കേൾക്കേണ്ടതിനായിട്ട് ഈ മോണിറ്റർ ഭംഗിയായി ക്രമീകരിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. Hallelujah. Praise God. Is that better for you? Okay. Praise God. Amen. This afternoon I wrote down some things about warfare. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. And I'd like to give you an illustration. ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് തുടങ്ങട്ടെ. You and Deb get this split down the sides if you could. Praise the Lord. Amen. John chapter 1 and verse 51 if you have a Bible. വേദപുസ്തകമുള്ള എല്ലാവരും യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തിലേക്ക് ദയവായി കടന്നു വന്നാലും. Have you read it already? All right, I didn't need to do that yet, but listen to me tonight. ഇന്ന് രാത്രി നിങ്ങൾ അത് ശ്രദ്ധിക്കുക. We want you to pray for us. പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It's a joy to be traveling with Thomas Idikula. കർത്താവിന്റെ ദാസൻ തോമസ് ഇടിക്കളയോട് ചേർന്ന് യാത്ര ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. To be a part of the good news of the GM website. GM News വെബ്സൈറ്റിന്റെ പങ്കാളിയാകുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു. And I talked to the editor a couple of days ago. ചില ദിവസങ്ങൾക്ക് മുൻപ് GM ന്യൂസിന്റെ എഡിറ്ററുമായി ഞാൻ സംസാരിച്ചു. And I intend to have a link on that website. ആ വെബ്സൈറ്റുമായിട്ടുള്ള ഒരു ലിങ്കിനായി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. So that we can have a daily devotional available for you. ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ധ്യാന ചിന്തകൾ അതിലൂടെ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. Translated into the Malayalam language. മലയാള ഭാഷയിലാണല്ലോ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. So that from United States of America I can continue to share the gospel with you. അത് മുഖാന്തരമായിട്ട് അമേരിക്കയിൽ നിന്ന് നിങ്ങളുമായി വചനത്തിലൂടെ സംസാരിക്കുവാൻ എനിക്കും ഇടയായിത്തീരും. Praise the Lord. കർത്താവിന് മഹത്വം. I need for this young man to come sit right here if you would. ഇവിടെ കടന്നു വന്നിരിക്കുവാൻ ഈ കുഞ്ഞിനെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. I need 4 men quickly to come join me. അദ്ദേഹത്തോട് ചേർന്ന് 4 സഹോദരന്മാരോട് കടന്നു Have a വരിക. seat, son. ഇവിടെ കടന്നു വന്നിരിക്കുക. Have a seat. 2 more men. 2 പേരോട് ദയവായി മുന്നോട്ട് കടന്നു വരിക. Quickly. Another man, please, quickly. ഒരാളുടെ വേഗത്തിൽ. Hallelujah. I want you to stand here. 2 of you here. 2 of you over here. Stretch this out over this young man. Take a corner each. Step back over him, up on the steps. Have a seat, have a seat. Step back, sir. This is how lost people are tonight. ഇതുപോലെയാണ് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കുന്നത്. There is a spiritual blanket of darkness. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുകളിൽ അന്ധകാരത്തിൻ്റെതായ ഒരു വലയം നമുക്ക് കാണുവാൻ കഴിയും. That blocks the light of the gospel of Jesus from getting to them. സുവിശേഷത്തിന്റെ വെളിച്ചം അവരുടെ അടുക്കൽ എത്തുന്നതിൽ നിന്നും ഈ അന്ധകാരമാണ് അവരെ തടയുന്നത്. When I flew into London, England 3 days ago, 2 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നു. there was an obvious cloud of smog that covered the city. ആ പട്ടണത്തെ മൂടിയിരുന്ന ഒരു മേഘത്തിന്റെ അന്ധകാരത്തിന്റെ വ്യാപാരം കാണുവാൻ കഴിഞ്ഞു. And yet you could feel that there was another kind of darkness present. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന മറ്റൊരു തരത്തിലുള്ള അന്ധകാരത്തിന്റെ അനുഭവത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. It was thick, like you could feel it in the heavens. സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇപ്രകാരം നിലനിൽക്കുന്ന ഒരു അന്ധകാരത്തിന്റെ അനുഭവമുണ്ട്. And you know that if you've been to Bombay or if you've been to other great cities, ബോംബെയിലോ അതുപോലെയുള്ള വലിയ പട്ടണങ്ങളിലോ ഒരുപക്ഷെ നിങ്ങൾ കടന്നുപോയിട്ടുണ്ടായിരിക്കും. that there is this wall. ഇങ്ങനെയുള്ള മതിലുകളെ നമുക്ക് കാണുവാൻ കഴിയും. And it blinds and darkens the mind of men. ആളുകളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ ഇരുട്ടാക്കുന്ന ഇരുളിന്റെ അനുഭവങ്ങൾ. Now in our text in John 1 and verse 51, നാം കണ്ട യോഹന്നാന്റെ സുവിശേഷം 1:51 വാക്യത്തിൽ Jesus said, "Verily, verily, I say to you." യേശു ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. Hereafter you shall see the heavens open. ഇതിനു ശേഷമായിട്ട് സ്വർഗ്ഗം തുറന്നിരിക്കുന്നത് നിങ്ങൾ കാണും. And angels ascending and descending. ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. But that's not the case over your city. എന്നാൽ നിങ്ങളുടെ പട്ടണത്തിന്റെ അവസ്ഥ ഇന്ന് അതല്ല. And that's not the case over my city.
എന്റെ പട്ടണത്തിന്റെ സ്ഥിതി ഇന്ന് അതല്ല. Men are blinded and darkened by sin. ഇന്നും പിശാചിനാൽ അന്ധകാരത്തിന്റെ അനുഭവത്തിൽ അന്ധരായിരിക്കുന്ന ആളുകൾ. Now we have the power to witness to these people. ഈ ഇങ്ങനെയുള്ള ആളുകളോട് സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള ശക്തി നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. And the Bible says that the kingdom of God is within us. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ രാജ്യം നമ്മളിലാണെന്നാണ്. So as an ambassador of the king, I can come and talk to people. ക്രിസ്തു എന്ന രാജാവിന്റെ സ്ഥാനാധിപതി എന്നുള്ള നിലയിൽ അന്ധകാരത്തിലായിരിക്കുന്ന ആളുകളുടെ അടുക്കൽ കടന്നു ചെന്ന് അവരോട് സംസാരിക്കുവാൻ എനിക്ക് കഴിയും. And I can communicate what's in my heart to his heart. എന്റെ ഹൃദയത്തിനകത്തുള്ളത് അങ്ങനെയുള്ളവരുടെ ഹൃദയത്തോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് കഴിയും. And it's very possible that he would respond and be saved. അങ്ങനെ ഞാൻ പങ്കുവയ്ക്കുന്നത് നിമിത്തം അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. Yet still there's this blanket. ഈ കറുത്ത അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ, still there's this darkness. അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. God has called us to be witnesses and lights in the darkness. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് അന്ധകാരത്തിന്റെ നടുവിൽ വെളിച്ചമായി സാക്ഷ്യം വഹിക്കുവാനാണ്. And he said in Luke chapter 10 and verse 9, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം that വായിക്കുന്നു, when we go forth in the name of Jesus Christ, യേശുവിന്റെ നാമത്തിൽ നാം കടന്നു ചെല്ലുമ്പോൾ we're to heal the sick that are in every city രോഗികളായിരിക്കുന്നവരെ നാം സൗഖ്യമാക്കണം. and say the kingdom of God is come to you. ദൈവരാജ്യം നിന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കണം. But there's another verse in Luke 11 and verse 20. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, And it says, if I with the finger of God cast out devils. ദൈവത്തിന്റെ വചനത്താൽ ആത്മാവിനാൽ എന്റെ കരത്താൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, then no doubt the kingdom of God is come upon you. ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നു. Now it's one thing for the kingdom to come unto you. നിന്നിലേക്ക് അല്ലെങ്കിൽ അന്ധകാരത്തിലായിരിക്കുന്നവരിലേക്ക് ദൈവരാജ്യം കടന്നു വരണമെങ്കിൽ, but it's another thing for the kingdom to come upon you. ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ മുകളിൽ കടന്നു വരണമെങ്കിൽ, what we need tonight ഇന്ന് രാത്രി എന്ത് ചെയ്യണം? is not just bringing the kingdom unto you. ദൈവത്തിന്റെ രാജ്യം ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവരിക We need മാത്രമല്ല, to bring the kingdom upon them. ദൈവത്തിന്റെ രാജ്യം ജനത്തിന്റെ മുകളിൽ വരുവാൻ മുഖാന്തരം So ഉണ്ടാകണം. listen what Jesus said. യേശു പറഞ്ഞത് ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, If I with the finger of God cast out devils. ദൈവത്തിന്റെ കരം കൊണ്ട് വിരലുകൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, Now what is the finger to the body? ശരീരത്തിന്റെ വിരൽ എന്താണ് ചെയ്യുന്നത്? We are the body of Christ. നാം ക്രിസ്തുവിന്റെ ശരീരമാണ്. The finger is an extension of the body. ശരീരത്തിന്റെ ഒരു അവയവമാണ് ഒരു വിരൽ. The Bible talks of a fivefold ministry. വേദപുസ്തകം 5 തരത്തിലുള്ള ആത്മീക ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു. Ephesians chapter 4 and verse 11. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ, Apostle, ഒന്നാമത് അപ്പോസ്തലന്മാർ, prophet, രണ്ടാമത് പ്രവാചകന്മാർ, evangelist, മൂന്നാമത് സുവിശേഷകന്മാർ, pastor, നാലാമത് ഇടയന്മാർ, and teacher. അഞ്ചാമത് ഉപദേഷ്ടാക്കന്മാർ. Now I with the finger of God cast out devils. രണ്ടാമത്തെ ചൂണ്ടുവിരൽ കൊണ്ട് നാം അന്ധകാരത്തിന്റെ അധികാരത്തെ മുറിച്ചുകൊണ്ട് ഭൂതങ്ങളെ Now notice പുറത്താക്കുകയാണ്. what has just happened to the man in darkness. അന്ധകാരത്തിലായിരിക്കുന്ന ഈ മനുഷ്യൻ എന്താണ് സംഭവിക്കുന്നത്? Light has begun to penetrate. വെളിച്ചം അവന്റെ അടുക്കലേക്ക് ഇരച്ചു ചെല്ലുകയാണ്. An evangelist with a message pierces the heavenlies. സുവിശേഷത്തിന്റെ സന്ദേശം കടന്നു ചെല്ലുമ്പോൾ, A Christian that prays pierces the heavenlies. ദൈവജനത്തിന്റെ ആരാധന സ്വർലോകങ്ങളിലേക്ക് കടന്നു The ചെല്ലുമ്പോൾ, reason I have come to the UA this week ഇന്ന് ഈ ആഴ്ചയിൽ നാം UAയിൽ ഇപ്രകാരം ഒരുമിച്ച് കൂടി വരികയാണ്. is to build little prayer cells that pierce the എന്തിനെന്ന് heavens. ചോദിച്ചാൽ ഇപ്രകാരമുള്ള അന്ധകാരത്തിന്റെ അനുഭവങ്ങളെ തുളയ്ക്കേണ്ടതിനായിട്ട് It can be a Church of God church, and ദൈവത്തിന്റെ സഭ, Assemblies of God, and IPC. IPCയും ചർച്ച് ഓഫ് ഗോഡും അസംബ്ലീസ് ഓഫ് ഗോഡും എല്ലാം ചേർന്ന്, It can be in Dubai, ദുബൈയിലുള്ള എല്ലാ in സഭകളും Abu Dhabi, ചേർന്ന്, അബുദാബിയിലുള്ള in സഭകൾ ചേർന്ന്, Bahrain. ഇവിടെയുള്ള എല്ലാ in സഭകളും Kuwait. ചേർന്ന്, It can be in Trivandrum. It can be in Mumbai. ബോംബെയിലുള്ള സഭകൾ ചേർന്ന്, But little by little, the church is to pierce the heavens. അല്പാൽപമായിട്ട് ദൈവത്തിന്റെ സഭകൾ ഓരോന്നായി ചേർന്ന് ഈ അന്ധകാരത്തിന്റെ അനുഭവങ്ങളെ തുളച്ച് ദൈവത്തിന്റെ രാജ്യം ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയാണ്. Wherever you live, you're to pierce the skies in നിങ്ങൾ prayer. എവിടെയായിരുന്നാലും ഈ അന്ധകാരത്തിന്റെ അനുഭവത്തെ തുളച്ച് ദൈവരാജ്യത്തെ നാം താഴെ And കൊണ്ടുവരണം. if my people which are called by my name shall humble themselves and pray. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എന്റെ നാമം വിളിച്ചപേക്ഷിക്കുമെങ്കിൽ, The more
prayers from the church, the bigger the light comes. സഭയ്ക്കകത്ത് നിന്ന് എത്രമാത്രം പ്രാർത്ഥന ഉയരുമോ അത്രമാത്രം ഈ അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ തുളച്ചു മാറുവാനിടയായി We talk about needing a breakthrough in the spirit. ഈ നാളുകളിൽ ആത്മാവിലുള്ള ഒരു വലിയ മുന്നേറ്റത്തെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. If we could have such a move of God. ഈ ദിവസങ്ങളിൽ ദൈവത്താലുള്ള അപ്രകാരമുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകണം. And where all of a sudden it ripped the heavens open. ഈ അന്ധകാരത്തിന്റെ അനുഭവങ്ങൾ പൂർണ്ണമായിട്ട് തകർന്നു മാറണം. When Jesus went to the cross, the veil ripped. യേശു കാൽവറിയിൽ മരിക്കുമ്പോൾ തിരശീല രണ്ടായി വിഭജിക്കപ്പെട്ടു. And when the church fulfills its mission, the veil will rip. യേശു ക്രിസ്തുവിന്റെ ആ ശുശ്രൂഷയുടെ തുടർച്ച സഭ ചെയ്തെടുക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. We live in a nation tonight of veiled people. ആ തിരശീലയാൽ മൂടപ്പെട്ടിരിക്കുന്ന ആളുകളാൽ നിറയപ്പെട്ട ഒരു രാജ്യത്താണ് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. But bigger than the veil on women's faces is the veil over men's eyes. സ്ത്രീകളുടെ മുഖം തിരശീല കൊണ്ട് മൂടിയിരിക്കുന്നതിനേക്കാൾ അധികമായിട്ട് ആളുകളുടെ ആത്മീയ കണ്ണുകളെ പിശാച് തിരശീല കൊണ്ട് And it മൂടിയിരിക്കുകയാണ്. is the work of prayer to rip open that veil. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയാൽ അങ്ങനെയുള്ള തിരശീലകളെ നാം വലിച്ചു For കീറേണ്ടിയിരിക്കുന്നു. where the Spirit of the Lord is, there is liberty. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. The veil is removed. അവിടെ തിരശീല And കീറപ്പെടുവാനിടയായി. now Jesus says, യേശു എന്താണ് പറഞ്ഞത്? hereafter, ഇതിന് ശേഷമായിട്ട് from this night on, ഇന്ന് രാത്രി തുടങ്ങി you will see the heavens open നിങ്ങൾ സ്വർഗം തുറന്നിരിക്കുന്നത് and കാണും. angels ascending and ദൈവത്തിന്റെ descending. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് Clap കാണും. your hands and say amen. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനം ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. The first battle in any war ഏത് യുദ്ധത്തിന്റെയും ആദ്യത്തെ പടി എന്ന് പറയുന്നത് must start in the heavenlies. Thank അത് you, gentlemen. സ്വർഗ സ്ഥലങ്ങളിലാണ് തുടങ്ങേണ്ടത്. Hallelujah. ഹല്ലേലൂയ. Revelation chapter 19. വെളിപ്പാട് പുസ്തകം 19-ാമത്തെ It അധ്യായം. says, I saw heaven open. അവിടെ നാം വായിക്കുന്നത് ഞാൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. And Jesus coming in a white stallion. വെള്ളക്കുതിരയുടെ പുറത്ത് കർത്താവ് ഇറങ്ങി വരുന്നു. When the church rips open the heavens, സ്വർഗം തുറന്നിരിക്കുന്നത് സഭ കാണുമ്പോൾ the mighty glory and magnificence of Jesus ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ മഹത്വം ഇറങ്ങി വരുന്നത് നമുക്ക് അവിടെ കാണുവാൻ will be കഴിയും. manifest to this world. ഈ ലോകത്തിൽ ദൈവത്തിന്റെ തേജസ്സ് Every eye shall see him. എല്ലാ കണ്ണുകളും അവനെ കാണും. All the world shall be filled with the glory of ലോകം God. മുഴുവനും ദൈവത്തിന്റെ തേജസ്സ് കൊണ്ട് നിറയപ്പെടും. When Jesus went to be baptized by John the Baptist, യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേൽക്കുവാൻ കടന്നു പോകുമ്പോൾ when he obeyed the Lord in baptism, സ്നാനത്തിലൂടെ ദൈവത്തിന്റെ കൽപ്പനയെ താൻ ഏറ്റെടുത്തപ്പോൾ the heavens were open നാം കാണുന്നത് സ്വർഗം തുറന്നു. and the Spirit of the Lord descended in a bodily form. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ക്രിസ്തുവിന്റെ മേൽ ആവസിച്ചു. When the church prays, സഭ പ്രാർത്ഥിക്കുമ്പോൾ, when the church obeys, സഭ അനുസരിക്കുമ്പോൾ, when the church follows the lead of the Lord, ദൈവത്തിന്റെ ആത്മാവിന്റെ നടത്തിപ്പിന് സഭ കീഴ്പ്പെടുമ്പോൾ the heavens rip like that black plastic bag. സ്വർഗം ഈ അന്ധകാരത്തിന്റെ അനുഭവങ്ങളെ വലിച്ചു കീറി കളയുവാനിടയായി തീരും. And angels are freed to come and go to the throne room of heaven. ദൈവത്തിന്റെ ദൂതന്മാര് സ്വർഗത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുവാനിടയായി I wish തീരും. somebody shout hallelujah. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. Praise God. ഹല്ലേലൂയ. In Daniel chapter 10 and verse 12. ദാനിയേലിന്റെ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. You remember that Daniel was in repentance for his nation. ദാനിയേൽ രാജ്യത്തിന് വേണ്ടി ഇടിവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1 week, 2 weeks, 3 weeks. ഒരാഴ്ച, രണ്ടാഴ്ച, മൂന്നാമത്തെ ആഴ്ച 21 days and not any music. 21 ദിവസം ഒരു പ്രവൃത്തിയും കാണാതെ താൻ പ്രാർത്ഥിച്ചു. 21 days with no pleasant bread. 21 ദിവസം സ്വാദുഭോജനം കഴിക്കാതെ താൻ പ്രാർത്ഥിച്ചു. Not only praying for himself but repenting on behalf of his nation. താൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല അനുദപിക്കുകയും തന്റെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുകയും ചെയ്തു. When you don't get an answer, pray another night. ഒരു ഉത്തരം കിട്ടുമ്പോൾ അടുത്ത പ്രാർത്ഥന നാം കഴിക്കും. Poke another hole. ഒരു ഹോളൂടെ ഒരു സുശീലം കൂടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലൂടെയും ദാനിയേൽ ഇട്ടുകൊണ്ടിരുന്നു. Keep penetrating the heavenly realm. ആ അന്ധകാരത്തിന്റെ ആ സ്വർലോകത്തിന്റെ അനുഭവങ്ങളിൽ ഓരോ ദ്വാരം കൂടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലൂടെയും ദാനിയേൽ ഇട്ടുകൊണ്ടിരുന്നു. Yet a little while and the Lord shall come. ദൈവത്തിന്റെ തേജസ് ദാനിയേലിന് വേണ്ടി ഇറങ്ങി. Just keep praying. തുടർന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ On the 21st day, 21ാമത്തെ ദിവസം where are you, Lord?
ദൈവമേ നീ എവിടെയാണ്? Where is our revival? എവിടെയാണ് ഉണർവ്? We don't know what day the Spirit will fall. നമുക്കറിഞ്ഞുകൂടാ എന്നാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ചയുണ്ടാകുന്നത്. But keep praying. നാം നിരാശപ്പെടാതെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കണം. On the 21st day in glory appears the angel. 21ാമത്തെ ദിവസം ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത ദാനിയേൽ കാണുകയാണ്. Not just any angel, ഒരു ദൂതനെ നാം കാണുകയാണ്. but Michael, the mighty warrior prince of God. ഒരു സാധാരണ ദൂതനെയല്ല കാണുന്നത്, ദൈവത്തിന്റെ പ്രധാന ദൂതനായ മീഖായേലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Do you realize that God has commissioned an angel over Sharjah? ഇന്ന് രാത്രി നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവം തന്റെ ഒരു പ്രധാനപ്പെട്ട ദൂതനെ പ്രത്യേകമായി നിയോഗിച്ച് The ആക്കിയിരിക്കുകയാണ്. book of Revelation says, unto the angel of the church at Ephesus. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. Under the church of the angel at Sardis. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. And so unto the angel of the church at Sharjah. ഈ ഷാർജയിലുള്ള ദൈവത്തിന്റെ സഭയുടെ ദൂതന് എന്ന് ഇന്ന് രാത്രി ഞാൻ I want പറയട്ടെ. God's generals to hear me tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ സേനയുടെ ജനറലുകളാണ് ഈ He സ്റ്റേജിലായിരിക്കുന്നത്. didn't say to the church of Pentecostals. ഇവിടെയുള്ള പെന്തക്കോസ്ത് സഭയുടെ ദൂതന്മാര്, He didn't say to the angel of the church of the Baptists. ബാപ്റ്റിസ്റ്റ് സഭയുടെ ദൂതന്മാര്, He didn't say Church of God or IPC. ചർച്ച് ഓഫ് ഗോഡിന്റെയും ഐപിസിയുടെയും സഭയുടെ ദൂതന്മാര്. He said to the angel of the church at Sharjah. ഈ പറയപ്പെട്ടതുപോലെ പറയാതെ വണ്ണം നാം പറയേണ്ടത് ഷാർജയിലുള്ള ദൈവത്തിന്റെ സഭയുടെ ദൂതൻ If എന്നാണ്. God has one angel over the church in this city, ഈ പട്ടണത്തിലുള്ള സഭകൾക്കെല്ലാം ദൈവം ഒരു ദൂതനെ ആക്കി then വെച്ചിട്ടുണ്ട്. God only has one church in this city. ഈ പട്ടണത്തിൽ ഒരു സഭ മാത്രമല്ല ഉള്ളതെങ്കിലും The key for revival is that all generals must fight the same war. ഉണർവിന്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ദൈവത്തിന്റെ സേനയുടെ സേനാധിപന്മാരെല്ലാവരും ഒരുമിച്ച് നിന്ന് യുദ്ധം ചെയ്യണമെന്നുള്ളതാണ്. The war is not between our churches, it's between the devil and his legions. സഭകൾ തമ്മിലല്ല ഒരിക്കലും യുദ്ധമുണ്ടാകേണ്ടത്, സാത്താനും അവന്റെ സേനയുമായിട്ടാണ് നമുക്ക് യുദ്ധമുള്ളത്. So I'm calling for pastors in this city ഇന്ന് രാത്രി ഇവിടെയുള്ള സഭകളുടെ ശുശ്രൂഷകന്മാരെ ഞാൻ വിളിക്കുകയാണ്. to get into the war room and get a strategy for God. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടതിന് ഒരുമിച്ച് ഒരു മുറിക്കകത്ത് കടന്നു വന്ന് തന്ത്രങ്ങളെ And then ആവിഷ്കരിക്കുക. urge your churches to start piercing the heavenlies. ആ സ്വർലോകങ്ങളിലെ അന്ധകാരത്തിന്റെ അനുഭവങ്ങളെ തുളയ്ക്കുവാൻ ആവശ്യമായ പ്രവൃത്തി ഈ നാളുകളിൽ ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു. 21 days Daniel fasted. ദാനിയേൽ 21 ദിവസം ഉപവസിച്ചു. And on the 21st day the angel appeared. 21ാമത്തെ ദിവസം ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. He said, from the first day that you set your heart to seek me, ദൂതൻ ഇങ്ങനെയാണ് പറയുന്നത്, നീ പ്രാർത്ഥനയ്ക്കായി മുഴങ്കാലുകളെ മടക്കിയ ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്നു. I was sent commissioned from God's throne. അതേ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ നിയോഗിച്ചയച്ചു. But the prince of Persia hindered me for 21 days. എന്നാൽ കഴിഞ്ഞ 21 ദിവസമായി പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെ തടഞ്ഞുകൊണ്ടിരുന്നു. We live in the region of Bible times. നാം താമസിക്കുന്നത് വേദപുസ്തക ചരിത്ര പശ്ചാത്തലമുള്ള സ്ഥലങ്ങളിലാണ്. That prince operated it would be nearly 3,000 years ago. 3000 വർഷങ്ങൾക്ക് മുമ്പ് വ്യാപരിച്ചു കൊണ്ടിരുന്ന അതേ പ്രഭു ഇന്നും ഈ പ്രദേശങ്ങളിൽ വ്യാപരിച്ചു But കൊണ്ടിരിക്കുകയാണ്. that hindering force is still alive tonight. ഇന്ന് രാത്രിയും അതേ അന്ധകാരത്തിന്റെ പ്രഭുക്കൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന And രാത്രിയാണ്. the same kind of praying that Daniel did will win the victory again tonight. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെയുള്ള അതേ പ്രാർത്ഥന ഈ രാത്രി നാം ഉയർത്തുകയാണ്. Take your finger and pierce the heavenlies. നമ്മുടെ കരങ്ങളെ ഉയർത്തി വിരലുകളെ ഉയർത്തി അന്ധകാരത്തെ തുളയ്ക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് ഇടയായി തീരട്ടെ. Lift your hand and pierce the heavenlies. നിങ്ങളുടെ കരങ്ങളെ ഇന്ന് രാത്രി ഉയർത്തിക്കൊണ്ട് സ്വർലോകങ്ങളിലെ അന്ധകാരത്തെ തുളയ്ക്കുവാൻ ഇടയായി തീരട്ടെ. Oh, hallelujah. ഹല്ലേലൂയ. Now it says in Revelation chapter 12 and verse 7 വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, that there was war in heaven. സ്വർഗ്ഗത്തിൽ വലിയ യുദ്ധമുണ്ടായി. Michael and his angels മീഖായേലും തന്റെ ദൂതന്മാരും against the devil and his angels. സാത്താനോടും അവന്റെ സൈന്യത്തോടും. And the devil prevailed not.
അവിടെ നാം വായിക്കുന്നത് സാത്താൻ വിജയിച്ചില്ല. Neither was their place found anymore in the heavens. സ്വർഗ്ഗത്തിൽ അവന് പിന്നെ ഒരു സ്ഥലവും നാം കാണുന്നില്ല. Now picture that black plastic bag. ആദ്യം നാം കണ്ട ആ കറുത്ത പ്ലാസ്റ്റിക് ബാഗ് നിങ്ങളുടെ മനസ്സിലൊന്ന് കണ്ടേ. I ripped it in two and flung it. അത് രണ്ട് ഭാഗങ്ങളായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വലിച്ചു കീറി. That's the kind of warfare that's going on in the heavenlies right now. അതാണ് സ്വർലോകങ്ങളിൽ നടക്കുന്ന ആത്മീയ യുദ്ധത്തിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. The devil cannot hold his position any longer. ഒരിക്കലും നാം യുദ്ധം ചെയ്തു കഴിയുമ്പോൾ പിശാചിന് അവന്റെ സ്ഥാനത്ത് തുടരുവാൻ കഴിയുകയില്ല. John prophesied യോഹന്നാൻ പ്രവചിച്ചു that the kingdoms of this world will become the kingdoms of our God. ഈ ലോകത്തിന്റെ സകല രാജ്യത്വങ്ങളും നമ്മുടെ കർത്താവിന്റെ രാജ്യത്വമായി രൂപാന്തരപ്പെടും. Jesus said, "Thou art Peter, യേശു പത്രോസിനോട് പറഞ്ഞു, and upon this rock I will build my church, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, and the gates of hell shall not prevail against it." ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. Now here's the question tonight. ഇവിടെയാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇന്ന് രാത്രി. Where are these gates of hell? ഈ പാതാളത്തിന്റെ ഗോപുരങ്ങൾ എവിടെയാണ്? Our old theology is that it's down there. ആ പാതാളത്തിന്റെ ഗോപുരം എവിടെയാണോ? But really the gates between us and the heavenly realm are up here. നാം ചിന്തിക്കുന്നത് പോലെ പാതാളത്തിന്റെ ഗോപുരങ്ങൾ താഴെയല്ല, സ്വർലോകങ്ങളിലെ അനുഭവങ്ങളിലാണ്. Satan keeps his prisoners in the dark. പിശാച് എപ്പോഴും ചെയ്യുന്നത് താൻ ആളുകളെ അന്ധകാരത്തിൽ ചങ്ങലയ്ക്കകത്ത് സൂക്ഷിക്കുകയാണ്. These gates have to be bursted open. അങ്ങനെയുള്ള പാതാള ഗോപുരങ്ങളെ നാം തകർത്തെറിയേണ്ടിയിരിക്കുന്നു. We have to tear back this dark belt in the heavenlies. സ്വർലോകങ്ങളിലുള്ള അങ്ങനെയുള്ള അന്ധകാരത്തിന്റെ ഗോപുരങ്ങളെ നാം തകർത്തെറിയേണ്ടിയിരിക്കുന്നു. Stay there, sir. And he said, ഇങ്ങനെ നാം കാണുന്നു, "Thou art Peter, and I give to you the keys പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കരങ്ങളിലേക്ക് താക്കോൽ of the ഏൽപ്പിക്കുകയാണ്. kingdom of heaven." ദൈവരാജ്യത്തിന്റെ താക്കോൽ. Hallelujah for the keys. ഹല്ലേലൂയ. താക്കോലിനായി ദൈവത്തെ We've got the key of prayer. നമുക്ക് പ്രാർത്ഥനയുടെ താക്കോൽ. We have the key of the name of Jesus. നമുക്ക് യേശുവിന്റെ നാമമെന്ന താക്കോലുണ്ട്. We have the key of the precious blood that was shed on Calvary. ഓ കാൽവരിയിൽ ഒഴിക്കപ്പെട്ട ക്രിസ്തുവിന്റെ രക്തമെന്ന താക്കോൽ ദൈവം നമ്മുടെ പക്കൽ ഏൽപ്പിച്ചിട്ടുണ്ട്. We have the key of the power of agreeing prayer. നമുക്ക് പ്രാർത്ഥനയിലൂടെ പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്ന വലിയ ശക്തിയുണ്ട്. And whatsoever you shall bind on earth is heaven. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് നാം ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. And whatsoever you shall loose on earth is loosed in heaven. ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കും. And what that means is while we're participating here, God is participating there. ഇവിടെ എന്തൊക്കെ നാം അപ്രത്യക്ഷമാക്കുന്നുവോ അതൊക്കെ സ്വർഗ്ഗത്തിലും ദൈവം അപ്രത്യക്ഷമാക്കും. A better picture of that may be this. അതിന്റെ ഒരു ശരിയായ ചിത്രം ഒരുപക്ഷേ ഇതായിരിക്കും. Moses, stand up. കർത്താവിന്റെ ദാസൻ എഴുന്നേറ്റ് നിൽക്കാം. While Joshua was in the battlefield, Moses raised the rod of God. യോശുവ യുദ്ധകളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായ മോശെ കരമുയർത്തി നിന്നു. And as long as the battle was being won up there, it's being won down here. ഉയരങ്ങളിൽ മാത്രമല്ല അപ്പോൾ യുദ്ധം ജയിച്ചുകൊണ്ടിരുന്നത്, താഴെ യുദ്ധകളത്തിലും യുദ്ധം ജയിച്ചുകൊണ്ടിരുന്നു. To tear these heavens open. ആ കരങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നപ്പോൾ സ്വർഗ്ഗവും തുറക്കപ്പെട്ടു. We are interceding here. നാം താഴെ നിൽക്കുകയാണ്. Jesus is interceding there. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് ഉയരത്തിൽ നിൽക്കുകയാണ്. How can we go wrong, folks, when we have that kind of power? അങ്ങനെയുള്ള ഒരു ആത്മീയ ശുശ്രൂഷയുടെ അനുഭവം ഇന്ന് രാത്രി നമ്മളിൽ എത്ര പേർ പ്രാപിക്കും? But as soon as Moses' hands weakened, മോശയുടെ കരം ബലഹീനമായപ്പോൾ the battle was lost here. താഴെ യുദ്ധം പരാജയപ്പെട്ടുകൊണ്ടിരുന്നു. So they brought Aaron, അപ്പോൾ അഹരോൻ and they കടന്നു brought വരികയാണ്. her, മറുവശത്ത് ഹൂര് കടന്നു വന്നു. and hoisted up the arms of Moses. മോശയുടെ കരങ്ങളെ ദൈവത്തിന്റെ ദാസന്മാരെ അഹരോനും ഹൂരും ഉയർത്തിപ്പിടിച്ചു. And I want you to see the picture here. ഇന്ന് രാത്രി ഈ ചിത്രം നിങ്ങൾ നോക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Moses is the lawgiver. He represents the Father. മോശ ന്യായപ്രമാണ ദാതാവായി പിതാവായി ദൈവത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്നു. Aaron is the priest. He symbolizes Jesus at the right hand. പൗരോഹിത്യത്തിന്റെ പ്രതിനിധിയായി യേശുവിനെ കാണിക്കുന്നു. Her means bright shining one. He's a symbol of the Holy Spirit. ഹൂര് ജ്വലിച്ചു പ്രകാശിക്കുന്നവനാണ്, അവൻ പരിശുദ്ധാത്മാവിന്റെ പ്രതിനിധിയാണ്. And when the work of the Father and the Son and
the Holy Spirit പിതാവിന്റെയും operates in the heavens. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവൃത്തികൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഒരുപോലെ നടക്കുന്നു. Then the body of Christ on earth can go forth in power. ക്രിസ്തുവിന്റെ സഭ ശക്തിയോടെ ഭൂമിയിൽ യുദ്ധകളത്തിലായിരിക്കുന്നു. The gates of hell cannot prevail. പാതാള ഗോപുരങ്ങൾക്ക് സഭയെ ജയിക്കുവാൻ സാധ്യമല്ല. Signs and wonders will come back to the church. അത്ഭുതങ്ങളും അടയാളങ്ങളും സഭയിലൂടെ വെളിപ്പെട്ടു വരും. The dead will be raised again. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ And ഇടയായി. the greatest thing of all, അതിലെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, angels will ascend and descend upon the Son of Man. ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗ്ഗത്തിൽ നിന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. Clap your hands and praise Him for the victory. ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാം. Hallelujah. Now listen to me as I close. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ എടുക്കുകയാണ്. Well, we have all kinds of time. നമുക്ക് അല്പസമയം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. Praise the Lord. Praise God. But this is what I want you to know tonight. ഇന്ന് രാത്രി നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, The key to the Middle East ഈ മധ്യപൂർവ ഏഷ്യയുടെ ഉണർവിനായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകം is not simply your witness. നിങ്ങൾ വെറുതെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് മാത്രമല്ല. Because you don't have the freedom to witness. നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുവാൻ പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഇതുവരെ What ലഭിച്ചിട്ടില്ല. you need is the angels of God to ascend and ഈ നാളുകളിൽ descend. നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് സ്വർഗ്ഗം തുറക്കപ്പെടണം. ദൈവത്തിന്റെ ദൂതന്മാർ ഈ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യണം. And I've come to tell you on behalf of the Lord that the angels are here. ദൈവത്തിന്റെ ദൂതന്മാര് ഇന്ന് രാത്രി ഇവിടെ ഉള്ളതോർത്ത് ഞാൻ സന്തോഷത്തോടെ ദൈവത്തെ When സ്തുതിക്കുന്നു. you pierce open the heavenlies, നാം സ്വർഗ്ഗസ്ഥലങ്ങളിലുള്ള അന്ധകാരത്തെ തുളച്ചു you കഴിയുമ്പോൾ give the angels the access to come and go. ദൈവത്തിന്റെ ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യും. Notice how the angels move. എങ്ങനെയാണ് ദൂതന്മാർ സഞ്ചരിക്കുന്നതെന്ന് It മനസ്സിലാക്കി. didn't say they descend and ascend. അവരെ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ It said they ascend and descend. അവർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. So if they ascend and descend, അവർ കയറുകയും ഇറങ്ങുകയും that ചെയ്യുമ്പോൾ means that they're right here, right now, ready to go to the Father. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ നിന്ന് പിതാവിന്റെ അടുക്കലേക്ക് പോകുവാൻ അവർ ഒരുങ്ങിയിരിക്കുകയാണ്. You may have an angel sitting by you right now. ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ ഒരുക്കത്തോടുകൂടെ Pierce ആയിരിക്കുകയാണ്. the heavens. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വർലോകങ്ങളിലെ അന്ധകാരത്തെ തുളയ്ക്കുക. Call on God in prayer ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ നാമത്തെ and വിളിച്ചപേക്ഷിക്കുക. make a way for the angels to go. ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി നിങ്ങളുടെ അടുക്കൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറട്ടെ. Oh, hallelujah. ഹല്ലേലൂയ. Now notice, ശ്രദ്ധിക്കുക. Michael and his angel against the devil and his angels. മീഖായേലും അവന്റെ ദൂതന്മാരും പിശാചിനോടും അവന്റെ ദൂതന്മാരോടും യുദ്ധം ചെയ്യുകയാണ്. The devil's tail drew a third part of the host. സർപ്പത്തിന്റെ വാലുകൊണ്ട് നക്ഷത്രങ്ങൾ വലിയൊരു പങ്കിനെ വലിച്ചെറിയുന്നത് നമുക്ക് കാണുവാൻ Now the കഴിയും. devil doesn't have an actual tail, വാസ്തവമായിട്ട് പിശാചിന് ഒരു വാലില്ല. but it means his influence. അതിന്റെ Pull the അർത്ഥം എന്ന് following. ചോദിച്ചാൽ അവന്റെ സ്വാധീന ശക്തിയാണ്. 1/3 of the angels. ദൂതന്മാരിൽ 1/3. So standing behind Michael are 2/3 of the angels. നമുക്ക് കാണുവാൻ കഴിയുന്നത് മീഖായേലിനോട് ചേർന്നിരിക്കുന്നത് 2 ദൂതന്മാരാണ് ഇപ്പോൾ. There are more with us than there are with them. അതിലധികമായിട്ട് ഇന്ന് രാത്രി നമ്മോട് കൂടെയുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. Do you feel like a minority here tonight? ഇന്ന് രാത്രി എന്റെ അറിവിനെ കുറിച്ച് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുക. Do you feel like a minority in the Middle East? ഇന്ന് രാത്രി ഈ മധ്യപൂർവ്വ ഏഷ്യയെ കുറിച്ച് നാം എന്തറിയുന്നു എന്ന് ചിന്തിക്കുക. Do you want to hang your head down because you're on the fringe? ഇന്ന് രാത്രി മധ്യപൂർവ്വ ഏഷ്യയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തലകളെ കുനിച്ചിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? No, square your shoulders and lift your chin. ഒരിക്കലും നമ്മുടെ തലകളെ നാം കുനിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കസേരയിലിരുന്ന് നാം നമ്മുടെ തലയെ ഉയർത്തേണ്ടവരാണ്. Because greater is he that's in you than he that's in the world. കാരണം എന്തെന്ന് ചോദിച്ചാൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഇന്ന് രാത്രി നമ്മളിലുള്ളത്. And there be more that are with us than are with them. അവനോ ലോകത്തോടു കൂടെ ഉള്ളവനേക്കാൾ അധികം നമ്മോട് കൂടെ ഇന്ന് രാത്രിയുണ്ട്. With them is an arm of flesh. ലോകത്തോട് കൂടെയുള്ളത് അല്ലെങ്കിൽ ലോകക്കാരോട് കൂടെയുള്ളത് ജഡത്തിന്റെ ഭുജമാണ്. But with us is the Lord our God, mighty in battle. നമ്മോട് കൂടെയുള്ളത് സർവശക്തനായ ദൈവമാണ്. Oh, hallelujah. ഹല്ലേലൂയ. Let me give you a verse or two before I close. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചില വാക്യങ്ങൾ പറയട്ടെ. We have angels standing with us tonight. നമ്മോട് കൂടെ ഇന്ന് രാത്രി നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. Most of the people's lives who get
changed by the Lord in the Middle East. ഈ മധ്യപൂർവ്വ ഏഷ്യയിലുള്ള ആളുകളുടെ ജീവിതത്തെ ദൈവം ഈ നാളുകളിൽ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. People that have had radical transformation. വലിയ രൂപാന്തരത്തിന് ആളുകൾ ഈ ദിവസങ്ങളിൽ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. I've heard their stories on television. ടെലിവിഷനിലൂടെ ഞാൻ പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. I've read some of their books. ചില പുസ്തകങ്ങൾ ഞാൻ വായിച്ചു. I've listened to some of their testimonies. ചില സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടു. They weren't converted by someone bringing the gospel to them. ചില ആളുകൾ അവരുടെ അടുക്കൽ സുവിശേഷം എത്തിക്കുന്നത് നിമിത്തം ആളുകൾ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നു. They were changed by the power of God coming upon them. അവരുടെ മേൽ വരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അവർ രൂപാന്തരം പ്രാപിക്കുന്നു. They testify that they personally have seen Jesus. അനേക ആളുകൾ സാക്ഷ്യം പറയുന്നു വ്യക്തിപരമായി അവർ യേശുവിനെ സ്വീകരിച്ചു. They testify that angels have appeared to them. അവർക്ക് ദൈവത്തിന്റെ ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അനേകരും സാക്ഷ്യം പറയുന്നു. Now you and I may not be able to personally witness. ഒരുപക്ഷേ ഇവിടെയുള്ള ആളുകളുടെ അടുക്കൽ കടന്നു എന്ന് വ്യക്തിപരമായി സുവിശേഷം പറയുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് But വരികയില്ല. we can pray and open up the heavens. എന്നാൽ പ്രാർത്ഥനയിലൂടെ സ്വർഗ്ഗസ്ഥലങ്ങളെ നമുക്ക് തുറക്കുവാൻ കഴിയും. And the angels of God can come. ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഇറങ്ങി വരുവാൻ കഴിയും. You talk about a transformed life. ഒരു രൂപാന്തരപ്പെട്ട അനുഭവത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. Let's start believing for God to send his angels all through the Middle East. ഈ മിഡിൽ ഈസ്റ്റിൽ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അയക്കുന്നതിനെ കുറിച്ച് നമുക്ക് ശക്തമായി നാളുകളിൽ സംസാരിക്കാം. Praise God. Amen. Psalm 34 and verse 7 says, 34-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, the angel of the Lord encamps round about them that fear him. യഹോവയുടെ ദൂതന്മാർ അവരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ രക്ഷിക്കുന്നു. When I pray, I'm not only moving the angels, ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് മാത്രമല്ല, but I'm encamped by them. എന്നാൽ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും പാളയമിറങ്ങിയിരിക്കുകയാണ്. You may feel alone when you walk under that black canopy. അങ്ങനെയുള്ള കറുത്ത അന്ധകാരത്തിന്റെ അനുഭവങ്ങളിലൂടെ നാം ആയിരിക്കുമ്പോൾ, But when you pray and tear open the heaven, നാം അങ്ങനെയുള്ള അനുഭവങ്ങളെ പ്രാർത്ഥനയിൽ കീറിക്കളയുമ്പോൾ, angels walk on both sides of you. ദൈവത്തിന്റെ ദൂതന്മാര് നമുക്ക് ചുറ്റുമായിട്ട് നടക്കുവാനായിട്ട് തുടങ്ങും. How many angels? എത്ര ദൂതന്മാര്? Hebrews says innumerable angels. ദൈവത്തിന്റെ വചന എബ്രായ ലേഖനത്തിൽ പറയുന്നത് എണ്ണുവാൻ കഴിയാത്ത ദൂതഗണം എന്നുള്ളതാണ്. Revelation chapter 4 വെളിപ്പാട് പുസ്തകം 4-ാമത്തെ says അധ്യായം 10,000 times 10,000 and thousands and thousands. 10,000-കണക്കിന് ദൂതഗണങ്ങളെന്ന് വെളിപ്പാട് പുസ്തകം 4-ൽ നാം വായിക്കുന്നു. Joel chapter 2 says great is the host of the Lord. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം പറയുന്നു സൈന്യങ്ങളുടെ യഹോവ വലിയവനാണ്. They're called his mighty hosts. അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. More angels than there are people tonight. ഇന്ന് രാത്രി കൂടുതൽ ദൈവത്തിന്റെ ദൂതന്മാർ ആളുകളിലധികം I ഇവിടെയുണ്ട്. literally feel the angel of the Lord in this house. രാത്രി അക്ഷരികമായി ദൈവത്തിന്റെ ദൂതന്മാര് ഈ ഹാളിൽ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ അനുഭവിച്ചറിയുകയാണ്. To the angel of the church at Sharjah write, ഷാർജയിലെ ദൈവത്തിന്റെ സഭയുടെ ദൂതന്മാര് ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. God has not forgotten about you. ഇന്ന് രാത്രി ദൈവം നമ്മളെ കുറിച്ച് ചിന്തയുള്ള ദൈവമാണ്. An angel stands at that door this evening. നമ്മോട് സംസാരിക്കുന്ന ദൈവം മാത്രമല്ല, ദൈവം തന്നെ ദൂതന്മാരെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അയച്ചിട്ടുണ്ട്. I mentioned John Kilpatrick of the Brownsville revival. കർത്താവിന്റെ ദാസൻ പാട്രിക്കിനെയും അദ്ദേഹത്തിന്റെ കാലത്തെ ഉണർവിനെയും കുറിച്ച് ഞാൻ പറഞ്ഞുവല്ലോ. When he was a boy, not much older than this boy. ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞിനേക്കാൾ അധികം പ്രായമില്ലാത്ത ഒരു കുട്ടിയായിരിക്കുമ്പോൾ, He didn't have a dad. തനിക്കൊരു പിതാവിലായിരുന്നു. His pastor desired to be a friend to him. അതെ, ആ കുഞ്ഞിന്റെ പാസ്റ്റർ ആ കുഞ്ഞിനോട് ഒരു സുഹൃത്തിനെ പോലെ ഇടപെടുവാൻ ആഗ്രഹിച്ചു. And his pastor, Pastor Wetzel, പാസ്റ്റർ വെറ്റ്സൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ asked his mom, can I take him every night to the prayer meetings? ആ കുഞ്ഞിന്റെ മാതാവിനോട് ഇപ്രകാരം ചോദിച്ചു, എല്ലാ ദിവസവുമുള്ള പ്രാർത്ഥനാ യോഗങ്ങളിൽ ഈ കുഞ്ഞിനെ എനിക്ക് കൊണ്ടുപോകാമോ? And that great revivalist learned how to pray when he was this old. അങ്ങനെ ഒരു കുഞ്ഞായിരിക്കുമ്പോഴാണ് വലിയ ആത്മീയ ഉണർവിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. Every single night in South Carolina at 11 o'clock. സൗത്ത് കരോലിനയിലുള്ള ആ സ്ഥലത്തെ എല്ലാ രാത്രിയിലെ യോഗങ്ങളിലും The pastor and that little boy and some other men from the church would come to pray for an hour. പാസ്റ്ററും സഭയിലെ പല സഹോദരന്മാരും ഈ കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് 1 മണിക്കൂർ സമയം രാത്രിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. They prayed like that for a solid year. അവർ 7 വർഷം ആ പ്രാർത്ഥന തുടർന്നു.
One night the pastor was very discouraged. ഒരു ദിവസം രാത്രിയിൽ ദൈവത്തിന്റെ ദാസൻ വളരെ നിരാശനായി. He had decided that he's going to resign the church. താൻ ഇപ്രകാരം ചിന്തിച്ചു, തന്റെ സഭാ ശുശ്രൂഷയിൽ നിന്ന് താൻ രാജിവെക്കുകയാണെന്ന്. In fact, he'd even gone to another town and had tried out or had met with the board of that church. സത്യമെന്ന് ചോദിച്ചാൽ അടുത്ത ഒരു പട്ടണത്തിലേക്ക് കടന്നു പോകുവാനുള്ള ക്രമീകരണങ്ങൾ താൻ ചെയ്യുവാനിടയായി. 1 year every night they prayed. ഒരു ദിവസം എല്ലാ രാത്രിയും അവർ പ്രാർത്ഥിച്ചു. But the pastor got discouraged and wanted to resign. എന്നാൽ ദൈവത്തിന്റെ ദാസൻ നിരാശനായി രാജിക്കൊരുങ്ങുകയാണ്. Have you been praying, saints? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിശുദ്ധ ഗണങ്ങളാണോ ഇന്ന് രാത്രി? Have you got discouraged? ഇന്ന് രാത്രി നിങ്ങൾ നിരാശ അനുഭവിക്കുന്ന Do you ആളുകളാണോ? feel like resigning as well? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും അനുഭവത്തിൽ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയിലാണോ ഇന്ന് രാത്രി? But it was that night that he made that decision. അങ്ങനെ താൻ തീരുമാനമെടുത്ത ആ രാത്രിയിൽ That they came in for one more prayer meeting. ഒരു പ്രാർത്ഥനാ യോഗത്തിനായിട്ട് കൂടി അവർ Now കടന്നു. listen to everything I'm saying. ഇന്ന് രാത്രി ഞാൻ പറയുന്ന കാര്യമെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. At the front door of that old church were two very tall metal wood mixture doors. ആ സഭാഹോളിന്റെ മുന്നിലായിട്ട് വളരെ ഉയരത്തിലുള്ള തടി കൊണ്ടുണ്ടാക്കിയ ഒരു വാതിലുണ്ടായിരുന്നു. Because it latched in the middle, at the bottom, and at the top. It was hard to open. ആ വാതിലിന്റെ മുകളിൽ മുതൽ താഴെ വരെയുള്ള ആ ലോക്ക് തുറക്കണമായിരുന്നു. So when they would come in to pray, they didn't go through those doors. They came through a side door. ആ വലിയ വാതില് തുറക്കുവാൻ കഴിയാത്തത് കൊണ്ട് ആഗ്രഹിക്കാതെ സൈഡിലുള്ള ചെറിയ വാതിലൂടെയാണ് അവരകത്ത് വരുന്നത്. The two big doors were locked in 5 places. ആ വലിയ വാതില് രണ്ട് വാതിലുകൾ അവിടെ അടയ്ക്കപ്പെട്ട് Bear കിടക്കുന്നു. with me for just a minute. ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കുക. The men came in and prayed, and the little boy with them. ചെറിയ വാതിലിലൂടെ ആളുകൾ അകത്ത് കടന്നു വന്നു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ കുട്ടിയും അവരോട് കൂടെ The ഉണ്ടായിരുന്നു. lights were off, and the men spread through the auditorium. ആ ഓഡിറ്റോറിയത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും അവർ കടന്നുപോയി. The little boy said, I watched my pastor's white shirt as he walked to the back where he prayed. ആ കുഞ്ഞു പ്രകാരം പറഞ്ഞു, ദൈവത്തിന്റെ ദാസന്റെ വെള്ളയുടുപ്പ് പുറകു ഭാഗത്ത് പ്രധാന വാതിലിന്റെ അടുക്കൽ ഞാൻ കാണുന്നു. Little John said, I just stayed at the altar and prayed, but the pastor was in the back corner. ആ കുട്ടി മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസൻ പുറകിലുള്ള വലിയ വാതിലിന്റെ അടുക്കലായിരുന്നു. He said, we strained in prayer that night. ആ രാത്രിയിൽ അകത്ത് വളരെ കത്തുന്ന ദാഹത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. And after about 45 minutes of prayer, 45 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ശേഷം he said, I saw my pastor's white shirt as he stood up in the back. ആ കുട്ടി പറഞ്ഞു, നമ്മുടെ പാസ്റ്ററെ വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് പുറകിൽ ഞാൻ കാണുന്നു. In that dim building, I watched my pastor walk to the front. I could see his white shirt. ആ ദൈവത്തിന്റെ ദാസൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വെള്ള വസ്ത്രം എനിക്ക് കാണാമെന്ന് പറഞ്ഞു. He said, we sat at the altar area in silence. ശാന്തമായിട്ട് മുന്നിൽ കടന്നു വന്ന് നിൽക്കുന്ന അനുഭവത്തെ കുറിച്ച് And പറഞ്ഞു. he said, you could feel the presence of the Holy Spirit. താൻ പറയുവാൻ തുടങ്ങിയ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. Nobody said a word. ആരും ഒരു വാക്ക് പോലും പറഞ്ഞില്ല. They just waited on the Lord. അവർ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. When pop, പെട്ടെന്ന് ഒരു ശബ്ദമുണ്ടായി. those 2 doors flung open. ആ വലിയ രണ്ട് വാതിലുകൾ തനിയെ തുറക്കപ്പെടുവാനിടയായി. 5 locks on the door, and they popped open. ആ വാതിലുകൾ അടയപ്പെട്ട് കിടന്നത് ശബ്ദഘോഷത്തോടുകൂടെ തുറന്നുപോയി. The doors swung open, and he said, I heard them click against the wall. ആ വാതില് പിളർന്നു മാറുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞു. In walked 2 figures. രണ്ട് വിരലുകൾ അവിടെ പ്രത്യക്ഷമായി. One looked like he was wearing royal a soldier's uniform. രണ്ട് ആളുകളെ അവിടെ കാണുവാനിടയായി. ഒന്ന് ഒരു പടയാളിയുടെ വസ്ത്രം ധരിച്ചയാള്. He stood as tall as those curtains. അവിടെ ആ കർട്ടന്റെ മുൻപിൽ നീളമുള്ള വ്യക്തിയായി അവിടെ നിന്നു. He walked to the center of the church. ആ സഭയുടെ അകത്തേക്ക് ആ മനുഷ്യൻ കടന്നു വന്നു. Made a right face and walked to the place where that pastor had been praying. ദൈവത്തിന്റെ ദാസൻ അവിടെ താഴെ പുറകിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് പടയാളിയുടെ വേഷം ധരിച്ചയാൾ വന്നു. He said another angel walked in. മറ്റൊരു ദൂതൻ അകത്തേക്ക് കടന്നു വന്നു. He was shimmering in all different beautiful colors. വളരെ മനോഹരമായ ഒരു വസ്ത്രമാണ് ആ ദൂതൻ He ധരിച്ചിരുന്നത്. walked to the center of the building, then cut over to the side. ആ ദൂതൻ അകത്തേക്ക് കടന്നു വന്ന് സഭാഹോളിന്റെ ഒരു An മൂലയിലേക്ക് angel there and an angel there standing at attention. പുറകിലെ മൂലയിൽ രണ്ട് സ്ഥലത്തായിട്ട് രണ്ട് ദൂതന്മാർ കടന്നു വന്ന് നിന്നു. This is a little boy that's experiencing this.
ഈ ദർശനം കാണുന്നത് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന കൊച്ചുകുട്ടിയാണ്. He said, I was scared half to death. I didn't know what to do. ഈ കുഞ്ഞെ പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഭാരപ്പെടുകയാണ്. And then like a signal from another world, the two angels met together in the center and walked out the door. ഒരു അടയാളം എന്നുള്ള നിലയിൽ ദൂതന്മാർ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് ഒരുമിച്ച് വന്ന് വാതിലൂടെ പുറത്തേക്ക് കടന്നുപോയി. The doors were wide open and breeze was coming into the church. ആ വാതിലുകൾ രണ്ടും തുറന്നു കിടക്കുകയും കാറ്റ് ഹോളിനകത്തേക്ക് കടന്നു വരികയും ചെയ്തു. He said, Pastor Wetzel stood up from the altar ദൈവത്തിന്റെ ദാസൻ അവിടെ നിൽക്കുകയാണ്. and started walking towards the door. ആ വാതിലിലേക്ക് ദൈവത്തിന്റെ ദാസൻ കടന്നു ചെന്നു. The little boy's got a hold of his pant leg. ആ കുഞ്ഞ് മുൻവശത്ത് പ്രാർത്ഥനയുടെ അനുഭവത്തിലായിരുന്നു. And the rest of the men walked towards the back. ആ ബാക്കിയുള്ള ആളുകള് പുറകുവശത്തേക്ക് നടന്നു ചെന്നു. When they got to the place where the angels crisscrossed, ദൈവത്തിന്റെ ദൂതന്മാരെ ഒരുമിച്ച് ചേർന്ന് all of the men fell flat on their backs under the power of God. അവരെല്ലാവരും നെടുമ്പാട് വീഴുവാനിടയായി. He said, we laid there all night out in the Holy Spirit. അവരെല്ലാവരും അവിടെ കിടന്നുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു. When we woke up and looked out the door, അവർ വാതിലിലേക്ക് നോക്കിയപ്പോൾ the sun was coming up and cars were going back and forth. ആ വാതിലുകൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. God visited the church that night. ദൈവം അന്ന് രാത്രി ആ സഭയെ സന്ദർശിച്ചു. Do you think the pastor resigned after that evening? ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കുന്നു ആ ദൈവത്തിന്റെ ദാസൻ ഈ അനുഭവത്തിന് ശേഷം രാജിവെച്ച് ഒഴിഞ്ഞുവെന്ന്? Not on your life. ഇല്ല, ഒരിക്കലുമില്ല. They came back for the Wednesday night service. അവർ രാത്രി ശുശ്രൂഷയ്ക്കായി മടങ്ങി വന്നു. Everybody had a sense of the presence of God. അവിടെ ആയിരുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ വലിയൊരു അനുഭവം ഉണ്ടായി. The pastor opened the service by receiving an offering. ആ ദൈവത്തിന്റെ ദാസൻ അവിടെ നിന്ന് ഒരു സ്തോത്ര കാഴ്ച എടുത്തു. And as he began to say the offering prayer, സ്തോത്ര കാഴ്ചയ്ക്കായിട്ടുള്ള പ്രാർത്ഥന താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ the power of God fell in that house. ദൈവത്തിന്റെ തേജസ് ആ ആലയത്തിലേക്ക് ഇറങ്ങി വന്നു. 17 people got saved during the offering prayer. ആ പ്രാർത്ഥനയുടെ നടുവിൽ 17 പേര് രക്ഷിക്കപ്പെടുവാനിടയായി. And a revival broke out that shook that city for God. അവിടെ അന്ന് തുടങ്ങിയ ആത്മീയ ഉണർവ് മുഖാന്തരമായിട്ട് ആ പട്ടണം പിടിച്ചു കുലുക്കപ്പെട്ടു. You may have been praying 21 days. ഒരുപക്ഷേ നിങ്ങൾ 21 ദിവസമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. You may have been praying an hour every night for 1 year. എല്ലാ ദിവസവും ഒരു വർഷമായി 1 മണിക്കൂർ വീതം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. Don't give up, believers. നിങ്ങൾ ആ പ്രാർത്ഥന ഒരിക്കലും നിർത്തിക്കളയരുത്. Keep piercing. ആ അന്ധകാരത്തെ ഇന്ന് രാത്രി പിന്നെയും തുളച്ചു കയറുക. Keep praying. തുടർന്നും പ്രാർത്ഥിക്കുക. God's about to rip it open. അന്ധകാരത്തിന്റെ അനുഭവങ്ങളെ വലിച്ചു കീറി And the കളയുക. glory of God is about to fall in ദൈവത്തിന്റെ Dubai. തേജസ്സ് നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുകയാണ്. If you believe me tonight, clap your hands and shout, praise the രാത്രി Lord. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. Everybody stand to your feet if you will. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ. I want you to lift a hand to Jesus. എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളെ ഉയർത്തുവാനായിട്ട് ഞാൻ And I want you to begin to worship. ഇന്ന് രാത്രി കരങ്ങളെ ഉയർത്തി ദൈവത്തെ ആരാധിക്കുവാൻ Men and women together begin to worship. എല്ലാ സഹോദരി സഹോദരന്മാരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുക. Lift up your voice to the Lord. നിങ്ങളുടെ ശബ്ദം ദൈവത്തിനായിട്ട് ഇന്ന് രാത്രി ഉയർത്തുക. Lift up your praise to God. ഇന്ന് രാത്രി നിങ്ങളുടെ സ്തുതി ദൈവത്തിനായി ഉയർത്തുക. Everybody in this house praise ഇന്ന് Him. രാത്രി ഇവിടെ നിൽക്കുന്ന എല്ലാവരും ദൈവത്തെ Come on, I want to hear a shout of praise. ഇന്ന് രാത്രി സ്തുതിയുടെ ശബ്ദം ഉയരട്ടെ. I want to hear a shout of praise ഇന്ന് tonight. രാത്രി സ്തുതിയുടെ ഘോഷം ഉയരട്ടെ. Oh, hallelujah, Lord. Hallelujah. Oh, hallelujah, Lord. Hallelujah. Praise God. Hallelujah. Praise God. Praise the Lord. Praise God. Hallelujah. Now, if you'll listen to me tonight as we close. ഇന്ന് രാത്രി സമാപനമായി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. When I prayed about these services, ഈ ശുശ്രൂഷകളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ I thought I would go to England and to Dubai and to India for inquest. ഇംഗ്ലണ്ടിലേക്കും ദുബൈയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ പോകുന്നതിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ If you can understand English, you'll know what God spoke to me. ഇംഗ്ലീഷ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ദൈവം എന്നോട് പറഞ്ഞതിനെ നിങ്ങൾ മനസ്സിലാക്കുക. He said, you're not going for inquest, you're going for conquest. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നീ ഒരു അന്വേഷണത്തിനായിട്ടല്ല കടന്നു പോകുന്നത്, നീ കടന്നു പോകുന്നത് കീഴടക്കുവാനായിട്ടാണ്.
We haven't flown these thousands of miles just to have a Tuesday night service. ദിവസങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി യാത്ര ചെയ്യുന്നത്. We've come to tear the heavens open. ഈ സ്വർഗ്ഗം തുറക്കുന്ന അനുഭവം വെളിപ്പെടുത്തേണ്ടതിനാണ്. We've come for conquest. ഞങ്ങൾ കടന്നു വന്നത് അന്ധകാരത്തെ കീഴടക്കുവാനാണ്. So I don't want you to play games with me tonight. ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, I want you to get ready ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും ഒരുക്കപ്പെടണമെന്നാണ്. to tear a hole in the roof. ഓ ആ അന്ധകാരത്തിന്റെ അനുഭവങ്ങളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുവാൻ നാം ഇന്ന് രാത്രി ഒരുക്കമുള്ളവരാകണം. And whether or not you can see this, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒരുപക്ഷെ അച്ചരികമായി കാണുവാൻ കഴിയുന്നില്ലെങ്കിലും angels will ascend and descend. ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നു. That's the key for Gujarat. അതാണ് ഇന്ന് രാത്രി ഗുജറാത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി. Hallelujah. Loose the anointing. Hallelujah. That's the key for Sharjah. ഇതാണ് ഷാർജയ്ക്കുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. Lord, let the angel of the Lord ദൈവത്തിന്റെ ദൂതൻ ഇന്ന് രാത്രി stand at this pulpit സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്. for every church that meets in this building. ഈ ഹോളിൽ ആരാധിക്കുന്ന എല്ലാ സഭകൾക്കും May this be a doorway or a portal to heaven. സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കപ്പെടേണ്ടതിനായി Let angels ascend off this man. ഈ ദൈവത്തിന്റെ മനുഷ്യന് വേണ്ടി Let angels descend upon the people. ഇന്ന് രാത്രി ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ Loose the glory of God. ദൈവത്തിന്റെ തേജസ്സിനെ ദൈവം തുറന്നു വിടുകയാണ്. Lift up both hands to the Lord. രണ്ട് കരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തുക. Say, I love you, Jesus. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Say, I love you, Jesus. കർത്താവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. Come on, shout it out, saints. എല്ലാവരും അധരം തുറന്ന് കർത്താവേ, Oh, ഞാൻ അങ്ങയെ I love സ്നേഹിക്കുന്നു you, എന്ന് Lord. വിളിച്ചു പറയുക. Hallelujah. I love you, I love you, I കർത്താവേ, love ഞാൻ അങ്ങയെ you, Lord. സ്നേഹിക്കുന്നു. Hallelujah. സ്നേഹിക്കുന്നു. Hallelujah. ഞാൻ സ്നേഹിക്കുന്നു. Come on, begin to shout it out. I love you, Lord. Praise Him. Praise Him. Praise Him. Praise Him. Hallelujah. Everybody look at me. എല്ലാവരും എന്നെ നോക്കുക. We have enough room here for everyone in the house. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മുന്നിലേക്ക് I കടന്നു want you to obey the Holy Spirit tonight പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി നിങ്ങൾ by അനുസരിക്കണം. getting out of your seat, clear in the back, up in the front. Come clear to അവിടങ്ങളിലായി this step. നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് Come ഇന്ന് രാത്രി quickly. മുന്നിൽ ഈ ഭാഗത്തേക്ക് ദയവായി കടന്നു Come വന്നാട്ടെ. quickly. Men and women. എല്ലാ സഹോദരി സഹോദരന്മാരും Join മുന്നോട്ട് us, കടന്നു ladies. വന്നാട്ടെ. Sister Deb, stand right here for the ladies. Stand right by this brother. Come close, come close, come അടുത്തടുത്ത് close. ദയവായി എല്ലാവരും അടുത്തടുത്ത് കടന്നു വന്നാട്ടെ. Hallelujah. One singer, one singer. You, പാട്ടുകാരിൽ one. ഒരാൾ. The rest of you come. The പാട്ടുകാരിൽ rest of you ഒരാൾ മുന്നോട്ട് come. കടന്നു വന്നാട്ടെ. Two, you two, you two. രണ്ടുപേരും മുന്നോട്ട് കടന്നു The വന്നു. rest of you come pray. Come pray. വേഗത്തിൽ മുന്നോട്ട് കടന്നു വന്നാട്ടെ. Put your mics down. We need you to pierce the heavens. Come on, guys. Come on. We'll let you go back up in a minute, but I want you to pray. Come on. Come on. മുന്നിലേക്ക് കടന്നു വന്ന അന്ധകാരത്തിന്റെ അനുഭവങ്ങളെ തുളയ്ക്കുവാൻ ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. Ladies, I want you to listen to me. സഹോദരിമാർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുക. Don't fear to come to the Lord. നിങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. You're no way inferior. ദൈവം നിങ്ങളുടെ ഭയത്തെ മാറ്റിയതാണ്. Your finger can pierce the heavens. ഇന്ന് രാത്രി നിങ്ങളുടെ വിരലുകളെ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുക. Your prayers will make angels come and go. ഇന്ന് രാത്രി ഇവിടെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിമിത്തം ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ പോകുകയാണ്. Thomas's wife is in Boston piercing the heavens. കർത്താവിന്റെ ദാസൻ തോമസ് തന്റെ കരമുയർത്തി സ്വർഗ്ഗത്തെ തുളയ്ക്കുകയാണ്. We must have each other. We must have each other. ഇന്ന് രാത്രി നാം ഒരുമിച്ച് അത് ചെയ്യുവാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. We don't need any music right now. We want to pray. ഇന്ന് രാത്രി സംഗീതത്തെക്കാൾ ഉപരി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാലും Stand right there on the step. ഹല്ലേലൂയ. ഹല്ലേലൂയ. Lift up your hands all over this house. എല്ലാവരും കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തിക്കാട്ടെ. Lift up your hands. എല്ലാവരും കരങ്ങളെ ഉയർത്തിക്കാട്ടെ. I want to speak to the singers. പാട്ടുകാരോട് എനിക്ക് പറയുവാനുള്ളത്, Before you can worship, you must war.
ഇന്ന് രാത്രി ആരാധിക്കുന്നതിന് മുമ്പായിട്ട് നാം അന്ധകാരത്തെ തുളയ്ക്കണം. Before praise touches the heavenly realm, ഇന്ന് രാത്രി സ്തുതി സ്വർഗ്ഗസ്ഥലങ്ങളിൽ തുളച്ചു കയറി ചെല്ലണം. prayers have to pierce the heavens. ഇന്ന് രാത്രി പ്രാർത്ഥന സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് തുളച്ചു കയറണം. Once you've prayed, then you can praise. ഇന്ന് രാത്രി ആരംഭമായി നാം പ്രാർത്ഥിക്കും, അതിനുശേഷമായി നാം സ്തുതിക്കും. Everyone in one accord tonight. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും ഏക മനസ്സോടെ For 30 seconds until I say ചില stop, സെക്കൻഡുകൾ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. I want us to shout God's praise. ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് ശബ്ദം ഉയർത്തി നാം സ്തുതിക്കുകയാണ്. Don't be embarrassed. ഒരിക്കലും നാം ഭാരപ്പെട്ടു പോകരുത്. 1, 2, 3. 1, 2, 3 Shout to God. ഉച്ചത്തിൽ Shout to God. Shout to God. Shout to God. Shout to the Lord. Shout to the Lord. Oh, shout to the Lord. Come on, shout. Praise, Hallelujah. praise, praise, praise. Hallelujah. Oh God, I give you glory. Come on, shout it out. Hallelujah. Shout it out. Hallelujah. Shout it out. Thank you, Lord. Oh, hallelujah. Now look at me. Look at me. You are the body of Christ. നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. You empower the finger. ഇന്ന് രാത്രി നിങ്ങളുടെ വിരലുകൾക്ക് ശക്തിയുണ്ട്. Your prayers empower this preacher. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മേലുണ്ട്. Your prayers push this man of God through the heavenly നിന്റെ realm. പ്രാർത്ഥന ഇന്ന് രാത്രി ശക്തിയോടെ ഉയരത്തിലേക്ക് തുളച്ചു കയറുകയാണ്. We are the generals. നാം ദൈവത്തിന്റെ സൈന്യത്തിന്റെ ജനറലുമാരാണ്. But it's not the generals that paratroop or parachute into enemy lines. ശത്രുവിന്റെ പാളയത്തിലേക്ക് കടന്നു ചെല്ലുന്ന സേനാധിപന്മാരാണ് നാം. God's going to use you to infiltrate the enemy's camp. ശത്രുവിന്റെ ക്യാമ്പുകളെ തുളച്ചു ചെല്ലുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കുന്ന രാത്രിയാണിത്. Take your finger. നിങ്ങളുടെ വിരലുകളെ നിങ്ങൾ Raise it ഉയർത്തുക. up. ഇന്ന് രാത്രി വിരലുകളെ ഉയർത്തുക. Start to say the name Jesus. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി വിരലുകളെ ഉയർത്തുക. Jesus. യേശുവിന്റെ നാമത്തിൽ. Jesus. യേശുവിന്റെ നാമത്തിൽ. Jesus. യേശുവിന്റെ Jesus. നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. Hallelujah. 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 Now I'm going to say a prayer over you. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Father, in the name of Jesus. പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ. And I'd like for you to repeat this prayer in your own heart. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഈ പ്രാർത്ഥന എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. Father, in the name of Jesus. പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ. I know that you have given me access to heaven. ഇന്ന് രാത്രി സ്വർഗ്ഗസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം നീ എനിക്ക് തന്നിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Tonight I'm a priest before God. ഇന്ന് അങ്ങയുടെ ദൈവത്തിന്റെ മുമ്പാകെ ഞാനായിരിക്കുന്നു. And I'm a king before men. മനുഷ്യന്റെ മുമ്പാകെ ദൈവത്തിന്റെ മുമ്പാകെ ഇന്ന് രാത്രി ഞാൻ ഒരു രാജാവാണ്. So tonight I take divine authority. ഇന്ന് രാത്രി ഞാൻ സ്വർഗ്ഗത്തിന്റെ അധികാരം ഉപയോഗിച്ച് I square my shoulders in faith. ഇന്ന് വിശ്വാസത്തിന്റെ വാൾ ഉപയോഗിച്ച് I know that the angels are standing with me. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ എന്നോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. That God has called me for this hour. ഇന്ന് ഈ അവസരത്തിൽ നീ ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങൾക്കായി തുറന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. To be a warrior in the spirit. ഞങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് രാത്രി അഭിഷക്തരാകുന്നു. To be a warrior in prayer. ഇന്ന് പ്രാർത്ഥനയിൽ ഞങ്ങൾ പോരാടുന്നു. So tonight by the blood of Jesus. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ Wash away every sin. ഞങ്ങളുടെ സകല പാപങ്ങളെയും കഴുകണമേ. Remove every smudge. എല്ലാ കറകളെയും അകറ്റണമേ. Make me clean before my God. എന്റെ ദൈവത്തിന്റെ മുമ്പാകെ എന്നെ ശുദ്ധീകരിക്കണമേ. Sanctify me, Lord. എന്നെ ഇന്ന് രാത്രി കഴുകി ശുദ്ധീകരിക്കണമേ. And prepare me for this work. ഇന്ന് അങ്ങയുടെ പ്രവർത്തിക്കായി എന്നെ ഒരുക്കണമേ. Blind me to the world. ഇന്ന് രാത്രി നിനക്കായി എന്നെ ഉപയോഗിക്കണമേ. Then put a sickle in my hand. ഇന്ന് രാത്രി നിന്റെ കരം എന്നെ മേൽ വയ്ക്കണമേ. And send me to the nations. നിന്റെ ആത്മാവിനാൽ എന്നെ അയക്കണമേ. Tonight I pray for Sharjah and Dubai. ഇന്ന് രാത്രി ഷാർജയ്ക്ക് വേണ്ടി ദുബൈക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. And I lift my finger to the heavens. ഇന്ന് രാത്രി എന്റെ വിരലുകളെ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തുന്നു. And I speak to principalities and powers. ഇവിടെയുള്ള അന്ധകാരത്തിന്റെ വ്യാപാരത്തിന് നേരെ And the പ്രഭുക്കന്മാർക്ക് നേരെ ഞാൻ എന്റെ വിരലുകളെ ഉയർത്തുന്നു. And the rulers of the dark world. ഈ അന്ധകാരത്തിന്റെ പ്രഭുക്കന്മാർക്ക് നേരെ ഞാൻ എന്റെ വിരലുകളെ ഉയർത്തുന്നു. In the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. Go.
Hallelujah. Go. കടന്നു പോവുക. Go. വിട്ടു പോവുക. Go. ഒഴിഞ്ഞു പോവുക. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ I clear the heavens. ഓ സ്വർഗ്ഗസ്ഥലങ്ങൾ ഇന്ന് രാത്രി ഒരുക്കപ്പെടട്ടെ. Let it rip. ഈ രാജ്യത്തിന്റെ മേലുള്ള അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ദൂരീകരിക്കപ്പെടട്ടെ. Let it rip. ഓ അകന്നു മാറട്ടെ, തകർന്നു മാറട്ടെ. Then let the glory of the Lord come down. ദൈവത്തിന്റെ തേജസ് ഈ രാജ്യത്തിന്റെ മേൽ ഇറങ്ങി ആവസിക്കട്ടെ. Now lift your hands again and receive that glory. ഇന്ന് രാത്രി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ആ തേജസ് ദൈവത്തിൽ Thank you, നിന്ന് Lord. സ്വീകരിച്ചാട്ടെ. Thank you, Lord. Hallelujah. Thank you, Thank you, Lord. Jesus. അന്ധകാര പ്രഭുവിനെ കീറി മുറിച്ചുകൊണ്ട് അന്ധകാര പ്രഭുവിനെ കീറി മുറിക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിച്ചു തോർത്ത്, നമ്മുടെ കരങ്ങളെ ഉപയോഗിച്ചു തോർത്ത്, നമ്മുടെ വിരലുകളെ ഉപയോഗിച്ചു തോർത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ദൈവപ്രവൃത്തി നടക്കുന്നതിനായി, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓരോ ജീവിതങ്ങളിൽ നടക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവിടെ തന്നെ ആയിരുന്നാട്ടെ, അവിടെ തന്നെ ആയിരുന്നാട്ടെ, നമുക്ക് ഇവിടെ നിന്ന് ആരാധിക്കാം. അവിടെ തന്നെ ആയിരുന്നാട്ടെ, ഇവിടെ തന്നെ നിൽക്കുന്നിടത്ത് തന്നെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചു പാടിക്കട്ടെ. ആമേൻ, ആമേൻ. Hallelujah. 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 Jesus. Hallelujah. Amen. Amen. Hallelujah. Amen. Hallelujah. Jesus. Amen. Amen. Hallelujah. Jesus. Amen. Christe Shuvinai. Kastam sagichu. Amen. Amen. Nitya nitya yugal vaadam sokasiyo. Hallelujah. Jesus. Jesus. സ്വർഗ്ഗീയ നല്ല പിതാവേ, കർത്താവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എന്റെ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ഇത്രയും സമയമായിരിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ, സ്വർഗ്ഗീയ ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ, ക്രിസ്തു എന്ന സഭയുടെ മർമ്മം ഗ്രഹിക്കുവാൻ എന്റെ സ്വർഗ്ഗത്തിലെ കൃപാലുവായ ദൈവം ഇന്ന് രാത്രിയിലും ഞങ്ങളോട് മനസ്സലിഞ്ഞതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വചനം സംസാരിച്ച് ഞങ്ങളുടെ ശ്രേഷ്ഠ വൃത്തി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. രാജ്യത്തിന്റെ പല രാജ്യങ്ങളിലൂടെ എന്റെ കർത്താവേ, സുവിശേഷത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി അനേക പാപികളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ, സുവിശേഷത്തിന് വേണ്ടി ചില വാതിലുകൾ തുറക്കപ്പെടുവാൻ, ദേശാധിപതി ശൈത്യങ്ങളെ തകർത്തുകൊണ്ട് ഞങ്ങളുടെ നന്മകൾക്ക്, ഞങ്ങളുടെ സുവിശേഷത്തിന്റെ സത്യം ജനഹൃദയങ്ങൾക്ക് പകരുവാൻ തടസ്സമായി നിൽക്കുന്ന ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ഹല്ലേലൂയ മൂടിയിരിക്കുന്ന ദുഷ്ടവ്യാപാര ശൈത്യങ്ങളെ പൂർണ്ണമായി തകർത്തുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ ശൈത്യം തന്നെ ഈ ദിവസങ്ങളിൽ ദേശത്തിൽ ധാരാഭാഗങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അധികാരത്തോടെ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകിയിരിക്കുന്ന നാസറേയനാകുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒന്നുകൂടെ ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. ശത്രുവിന്റെ സകല ശക്തികളും തകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, ഹല്ലേലൂയ. ഇതിന് നേതൃത്വം കൊടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠവൃത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ കെ മാത്യു കർത്താവിന്റെ ദാസനോട് പ്രാർത്ഥിക്കുന്നു. വിൽസം ബാസ്റ്റോട് പ്രാർത്ഥിക്കുന്നു. മറ്റ് ശ്രേഷ്ഠ വൃത്യന്മാരോട് പ്രാർത്ഥിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസനോട് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന പ്രിയ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രിയ മക്കളുടെ മേൽ വ്യാപരിച്ച പ്രിയ മക്കൾ ഏത് പ്രയാസത്തോട് വന്നുവോ, ഏത് വേദനയോട് കടന്നു വന്നുവോ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ പകല പ്രശ്നത്തിന് പരിഹാരം കൊടുത്ത് ബലത്തോടെ പറഞ്ഞേക്കുന്നതിനായി സ്തോത്രം. സകല മാനവമകത്വം അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവേ, നാളെ നടക്കുന്ന ആരാധന അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ആമേൻ. സ്തോത്രം. നമുക്ക് പിന്നെയും കണ്ണുകളടയ്ക്കാം. ഇത്രത്തോളം നമ്മെ നടത്തിയ കർത്താവ് അത്ഭുതകരമായി, അതിശയകരമായി, ആളുകളുടെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിൽ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മോട് ഇടപെട്ടതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ വകയുണ്ട്. ഒരു മഹാപുരുഷാരം സംബന്ധിക്കുന്നതിനേക്കാൾ ഹൃദയത്തിൽ സന്തോഷം തോന്നിയ ഈ ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ പിന്നെയും സ്തുതിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പും കടന്നു വന്ന് ദൈവദാസന്മാരോടേവരോടും പ്രത്യേകാൽ വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും തൻ്റെ പ്രവർത്തനങ്ങളോടും ഗോസ്പൽ സിംഗേഴ്സിനോടും കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഭൂലോകമെങ്ങുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിന് രണ്ടാമത്തെ ഒരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.